ഒരു പ്രഭാഷണം കേൾക്കാനിടയായി. ഇന്നത്തെ യുവാക്കൾ, സഹോദരന്മാർ എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രഭാഷണമാണെന്ന് കേട്ടു നോക്കൂ എന്റെ പ്രിയപ്പെട്ട. സമസ്തക്ക് ഒരു കീഴ്ഘടകം ഉണ്ടാകുന്നത് 1981-ലാണ്. കൊടുങ്ങല്ലൂർ ഉസ്താദ് അതാ സമസ്തക്ക് കീഴ്ഘടകം ഉണ്ടായത് 1951-ലാണെന്ന് പറഞ്ഞല്ലോ. ഇനി ബാക്കി അങ്ങനെ കേട്ടു നോക്കൂ. സുന്നിയുടെ സംഘം രൂപീകരിച്ചു. പിന്നീട് ജമിയത്തുൽ മുഅല്ലിമീൻ രൂപീകരിച്ചു. 1974-ൽ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി ജനറൽ സെക്രട്ടറിയുമായി ആദ്യത്തെ SSF നിലവിൽ വന്നു. മാഷാ അല്ലാഹ് പഠിക്കണം കേട്ടോ. ആദ്യം SSF വന്നത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ടാണ്. ആദ്യത്തെ പ്രസിഡന്റ് ഹൈദർ അലി ശിഹാബ് തങ്ങളും സെക്രട്ടറി ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അവറുകളുമാണ് എന്നാണ് പറഞ്ഞത്. അന്നാണ് സംഘടന, പട്ടിക്കാട് വെച്ചുകൊണ്ടാണ് സംഘടന ഉണ്ടാക്കുന്നത്. 1988 നമ്മൾ കുറച്ച് ആൾക്കാർ പാണക്കാട് തങ്ങളെടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരു സംഘടന രൂപീകരിക്കണം, SSFന് പകരമായിട്ട് സംഘടന നമ്മളെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ വേണം എന്ന് പറഞ്ഞു. അഥവാ അത് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് കേട്ടോ. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം SSF നിലവിൽ വന്നു. SSF നിലവിൽ വന്നിട്ട് SSF ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതിന്റെ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അതിന്റെ പ്രസിഡന്റും ബഹാവുദ്ദീൻ നദ്വി ഉസ്താദ് അതിന്റെ സെക്രട്ടറിയുമായി കൊണ്ടുപോകുന്നതിന്റെ ഇടയിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, പിന്നെ അതിന്റെ വിഷയങ്ങൾ വന്ന സമയത്ത് പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോട് പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം, ഒരു സംഘടന വേണം എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ പാപ്പ പറഞ്ഞു, അത് നിങ്ങൾ ഇന്ന ആളെടുത്ത് പോയിക്കോളി കേട്ടോളി. ആ സമയത്ത് തങ്ങൾ പറഞ്ഞു, ഞാനതിന് നിങ്ങളോടൊപ്പം സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ വഴിക്കാണ് വ്യാഖ്യാനം വരിക, അത് ലീഗ് വേറെ സംഘടന ഉണ്ടാക്കി വരിക. നിങ്ങൾ തങ്ങൾ പാപ്പാനോട് പോയിട്ട് പറയാണ്. കാരണം അത് രണ്ടും പാടെ ഒരു കൂട്ടിക്കെട്ടാണല്ലോ. അപ്പൊ തങ്ങൾ പാപ്പാനോട് പോയി പറഞ്ഞപ്പോൾ തങ്ങൾ പാപ്പ പറഞ്ഞു, അതിനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സംഘടനയ്ക്ക് ഇത് തന്നു കഴിഞ്ഞാൽ അത് ലീഗിന്റെ ഒരു പോഷക സംഘടനയാണെന്ന് വരും. മാത്രമല്ല അതൊരു ബുദ്ധിമുട്ടുമാണ്. ആയതുകൊണ്ട് SSF എന്നുള്ളത് ലീഗിന്റെ ഒരു പോഷക സംഘടന അല്ലല്ലോ, അത് സമസ്തയുമായി ബന്ധപ്പെട്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സമസ്തന്റെ ഉലമാക്കളോട് തന്നെ പോയി പറയാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങൾ പറഞ്ഞു. ഇത് ആരോടെ പറയുന്നത് വെച്ചാൽ അന്നത്തെ ഈ സംഘടന SSFനോടുള്ള ഒരു അലർജി ഉണ്ടായ സംഭവം കേട്ടോ. സമസ്ത ഉലമാക്കളോട് തന്നെ പോയി പറയും, അവരെ അഭിപ്രായം ചോദിക്കുക. ബഹുമാനപ്പെട്ട ശംസുൽ ഞങ്ങൾ പോയി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതൊക്കെയാണ് കേൾക്കേണ്ടത് കേട്ടോ. ഇപ്പോഴത്തെ യുവാക്കൾ ഇതൊക്കെയാണ് കേൾക്കേണ്ടത്. 1989 ശേഷമുള്ള ഇപ്പോഴത്തെ ഈ 10, 20, 25 വയസ്സായ ആളുകൾക്ക് ഇതിന്റെ കഥകളൊന്നും അറിയില്ല. ശരിക്കും ശ്രദ്ധിക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഞാൻ ഇതിന്റെ ഇടയിൽ കൂടി നമ്മളെ സംസാരം കൊടുക്കുന്നത്. ഷംസുൽ ഉലമ ഉണ്ടാക്കിയതാണ് SSF. പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ പിന്നെ അതിൽ ചെറിയൊരു എന്ത് ചെയ്താണെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയങ്ങൾ കലക്കി കുത്തിയാണ്ട് വരികയെന്ന് കണ്ടപ്പോൾ നമ്മുടെ AP ഉസ്താദ് അതുപോലെ താജുൽ ഉലമയും ഇവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് ഈ രൂപത്തിലൂടെ പോവുകയാണ്. അതിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ചുരുക്കി പറയാം, അതിന്റെ ഇടയിൽ എന്ത് ചെയ്തു, പിന്നെ കുറച്ച് ആളുകൾക്ക് തോന്നി നമുക്ക് ഇത് പറ്റൂല, ഇത് ഒരു കൊണ്ടുപോകണം, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, പ്രവർത്തിക്കാൻ ഒരു സംഘടന വേണം. ഈ വിഷയം ആരറിയില്ല, ശംസുൽ ഉലമ അറിയില്ല. ശംസുൽ ഉലമയുടെ അടുത്ത് പോയിട്ട് പറയണേ, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു സംഘടന വേണമെന്ന്. ആ സംഘടന ഉണ്ടാക്കിയാണ് ആരാ, SSF ഉണ്ടാക്കിയത് ആരാണ്, ശംസുൽ ഉലമ ഉസ്താദ് ഉണ്ടാക്കിയത് തന്നെയാണ്. ഇനി ശംസുൽ ഉലമയോട് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരു സംഘടന വേണമെന്ന് പറയുന്നത്. എന്നിട്ട് ശംസുൽ ഉലമ ഉസ്താദ് എന്താ പറയണമെന്ന് കേട്ടോളി. ശംസുൽമാനടുത്ത് പോയി. ശംസുൽ പറഞ്ഞു, എടോ എന്താണ് നിങ്ങൾ സംഘടന ഉണ്ടാക്കുന്നത്, അങ്ങനെ സംഘടന ഉണ്ടാക്കിയാൽ പറ്റുമോ, ഒരു സംഘടന നിലവിലുണ്ടല്ലോ, അവരിങ്ങനെ പ്രവർത്തിച്ചു പോകുമ്പോൾ ആ സംഘടനയ്ക്കെതിരെ സംഘടന ഉണ്ടാക്കണമെങ്കിൽ അവരുടെ എന്താണ് തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. അപ്പൊ തെറ്റ് ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു, എന്നോട് പറയാനല്ല പറഞ്ഞത്. കണ്ടോ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ സമസ്തയിൽ എന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉസ്താദാണ് ഇപ്പൊ ഈ പറയുന്നത് കേട്ടോ. സത്യമായിട്ട് പറയാണ്. ശംസുൽ ഉലമയുടെ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറയാനല്ല പറഞ്ഞത്, അത് എഴുതി തരുന്നതാണ്. എന്നോട് പറയാനല്ല, ആ സംഘടനക്ക് നിങ്ങൾ എന്തെങ്കിലും കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കണം, ആ കുറ്റങ്ങൾ തിരുത്താൻ തയ്യാറാവണമെന്ന് പറയണം, അതിന്റെ കോപ്പി ഒന്ന് ഞമക്കുന്ന നാളെ എന്ന് പറഞ്ഞു. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ഡെൽമ ടൂറിസ്റ്റ് ഹോമിൽ ഒരു കൺവെൻഷൻ, വിദ്യാർത്ഥി കൺവെൻഷൻ വിളിച്ചു. SSF ആക്ഷൻ കൗൺസിൽ എന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന്റെ ആദ്യ യോഗം അടുത്ത ആഴ്ച തന്നെ 1988 അതിന്റെ യോഗം മുഗൾ ടൂറിസ്റ്റ് ഹോമിൽ ചേരുകയും SSFനെതിരെ ഉള്ള കുറ്റപത്രം തയ്യാറാക്കുകയും ചെയ്തു. നിങ്ങൾക്ക് നേരം വീണ്ടോ? നേരം വീണ്ടെങ്കിൽ ഞാൻ നിർത്താം. എനിക്ക് നേരം വെക്കാനിട്ടല്ല, നേരം വെക്കിയാലും പ്രശ്നമല്ല ഉസ്താദേ. ഉസ്താദ് ഈ വിഷയം ഒന്ന് പറയും. അൽഹംദുലില്ലാഹ്, ഈ വിഷയം ഉസ്താദിന്റെ അടുത്ത് കേട്ടത് വളരെയധികം സന്തോഷമുണ്ട്. എന്റെ കഥകൾ എങ്ങനെയൊന്നും നമുക്ക് ശരിക്കും അറിയില്ല. സത്യത്തിൽ ഇപ്പൊ ഉസ്താദിന്റെ അടുത്ത് ഈ വിഷയം കേട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ഇത് താജുൽ ഉലമയുടെയും ഖമറുൽ ഉലമയുടെയും കറാമത്തായിട്ടാണ് എനിക്കിത് ഇങ്ങനെ കേട്ടപ്പോൾ മനസ്സിലാണ്. കാരണം ഉസ്താദ് ഇപ്പൊ ഈ വിഷയം പറയുമ്പോൾ ഉസ്താദിനെ കൊണ്ട് ഇത് പറയിപ്പിക്കൽ ഒരു കറാമത്തായിട്ടാണ് ഞാൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അന്നത്തെ ഈ കഥകൾ ആർക്കും അറിയില്ലല്ലോ. എന്നാലും ഇതിന്റെ അന്ന് SSF ഉണ്ടാക്കിയ പട്ടിക്കാട് ജാമിഅ നൂരിയ അറബിക് കോളേജിൽ വെച്ചുകൊണ്ട് ശംസുൽ ഉലമ ഉസ്താദ് ഉണ്ടാക്കിയിട്ട് അത് വെറും സുന്നത്ത് ജമാഅത്ത് മാത്രം പ്രവർത്തിച്ചപ്പോൾ അത് പോരാ എന്നുള്ള നിലക്കാണ് എന്ത് ചെയ്തിരുന്നത്,
വേറൊരു സംഘടനക്ക് വേണം എന്നുള്ളിടത്ത് എത്തിയത്. കാരണം ഹൈദരലി ശിഹാബ് തങ്ങളായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ഹൈദരലി ശിഹാബ് തങ്ങൾ SSF നിന്ന് രാജിവെച്ച് പോകാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈദരലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചപ്പോൾ പറഞ്ഞു SSF എന്ത് ചെയ്യാൻ പറ്റൂല, രാഷ്ട്രീയം പ്രവർത്തിക്കാൻ പറ്റൂല, SSFന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്ത് ഇരുന്ന് കാണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടാണ് SSFന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചുകൊണ്ട് സയ്യിദ് അവറുകൾ പോയത്. ഏതായാലും ബാക്കി എന്ത് ചെയ്യട്ടെ, ഉസ്താദ് തന്നെ പറയട്ടെ. അടിസ്ഥാനരഹിതം അന്ന് ആക്ഷൻ കൗൺസിൽ ഒരു പുസ്തകം ഇറക്കിയിരുന്നു, SSF എങ്ങോട്ട് എന്ന പുസ്തകം. ആ പുസ്തകം ഇറക്കിയിട്ട് ബഹുമാനപ്പെട്ട അബ്ദുസലാം ദാരിമി കുട്ടത്തിയും അബ്ദുൽ ഹമീദ് ബേസി അമ്പലക്കടവും മേലാറ്റൂർ ഒരു സുന്നി സമ്മേളനം നടക്കുകയാണ്. നിബിദിന സമ്മേളനവും സുന്നി സമ്മേളനവും, രണ്ടു കൂട്ടർ നേതാക്കളുണ്ട്. ആ സമ്മേളനത്തിന്റെ ഗേറ്റിങ്ങിൽ ഹമീദ് ബേസിയും ഇവിടെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു അഭിപ്രായം വരും, എങ്ങനെ രണ്ടു കൂട്ടരെ നേതാക്കളും ഉണ്ട് എന്ന് പറഞ്ഞു കൊടുത്ത്. രണ്ടു കൂട്ടരെ നേതാക്കളുണ്ടെന്ന് പറയാൻ കാരണം എന്താ, 1984 തുടങ്ങിയിട്ടുണ്ട് APEK എന്നുള്ള ഒരു പ്രശ്നം. APEK എന്നുള്ളൊരു പ്രശ്നം 1984-85 കാലങ്ങളിൽ തുടങ്ങി. അത് 89-ലാണ് പിരിഞ്ഞത് എങ്കിലും 1984-85 കാലങ്ങളിൽ തുടങ്ങിയിട്ടുണ്ട്. അന്ന് മുതൽ തന്നെ AP ഉസ്താദ് പങ്കെടുക്കണോട്ട് ഈ ഉസ്താദ് പങ്കെടുക്കില്ല, ഈ ഉസ്താദ് പങ്കെടുക്കണോട്ട് AP ഉസ്താദ് പങ്കെടുക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം അന്ന് മുതൽ ഉണ്ടായിരുന്നു. പിന്നെയാണ് പിരിഞ്ഞത്. ഇൻഷാ അല്ലാഹ് അത് വലിയൊരു വിശദീകരിച്ച് പറയല്ല, ഞാൻ അതിന്റെ രൂപം ഒരു ചെറിയ രൂപത്തിൽ ഉസ്താദ് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് രണ്ടു കൂട്ടർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഈ അബ്ദുസലാം ദാരിമിയും നിന്നിട്ട് SSF എങ്ങോട്ട് ഹമീദ് വാച്ച് പോയി, അതേപോലെ കുപ്പായം കയറി പരിപാടി അടിയോടെ ജനങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങി തുടങ്ങി. അപ്പൊ നാട്ടിക വന്ന് നോക്കുമ്പോൾ നാട്ടിക വിചാരിച്ച് മറ്റൊരാൾ ചിത്രം ഉണ്ടാക്കണ വിചാരിച്ചു, വന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെയാണ്. അപ്പൊ നാട്ടിക എന്താക്കി രക്ഷിച്ചുകൊണ്ടേ കേട്ട ചിരി വരും. അതോ SSF എങ്ങോട്ടെന്നുള്ള പുസ്തകം അടിച്ചിറക്കിയിട്ട് ഹമീദ് ബൈജി അമ്പലക്കടവ് അത് വിൽക്കുകയാണ്, വിൽപ്പന നടക്കുകയാണ്. വിൽപ്പന നടത്തി നോക്കുമ്പോൾ ചെക്കന്മാരെ കൂടിയിട്ടൊക്കെ അടിച്ചു. അവിടെ അങ്ങോട്ട് അടിയായിരുന്നു, പെരും അടി. അപ്പൊ അടിയായിരുന്നു നോക്കുമ്പോ പിന്നെ നാട്ടിക മുസോലിയിൽ ചെന്നിട്ട് അത് പിന്നെ അടി എന്താണെന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാൻ വേണ്ടി കൊണ്ട് ചെന്നതാ. ചെന്ന് നോക്കുമ്പോ തല്ലിടത് ആരാണ്, ഇവരാൾക്കാർ തന്നെയാണ് അടിച്ചത്.